ഇപ്പൊ എല്ലാം കറാഹത്താണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കറാഹത്താണ്. ഈ കറാഹത്തുകളൊന്നും ചെയ്യരുത്. ഇത് കറാഹത്തായതിനാൽ പരമാവധി ഇത്തരം വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ നമസ്കാരത്തിൽ ഒഴിവാക്കണം. കൈ കോർക്കരുത്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന വസ്തുവിലേക്ക് നോക്കരുത്. അമിതമായി തല കുനിക്കരുത്. ഊരക്ക് കൈ കൊടുക്കരുത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത്. ഇനി നമസ്കാരത്തില് സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കലാണ് സുന്നത്ത്. അങ്ങും ഇങ്ങും നോക്കിയാൽ ഭക്തി നഷ്ടപ്പെടും എന്നതാണ് അതിന്റെ കാരണം. അത്തഹിയാത്തിൽ നമ്മൾ അത്തഹിയാത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുമല്ലോ. അപ്പോ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവന്റെ വലതു കൈയിന്റെ ചൂണ്ടുവിരൽ കിബിലക്ക് നേരെ ഇങ്ങനെ ഉയർത്തി ചൂണ്ടിപ്പിടിക്കണം. ഇങ്ങനെ ചൂണ്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ നമസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുന്നതിന് പകരം ഈ കൈവിരലിലേക്കാണ് നോക്കേണ്ടത് എന്ന ഒരു അഭിപ്രായമുണ്ട്. ചില ആളുകൾ ഈ കൈവിരൽ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ കൈവിരൽ ഇളക്കാതെ ചൂണ്ടിപ്പിടിക്കുക. അള്ളാഹു ഏകനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അള്ളാഹു ഒരുവനാണ്. ആ ഒരുവൻ എന്ന് മനസ്സിലങ്ങ് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചൂണ്ടുപലകയായിട്ടാണ് നാം ഇതിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിൽ ഈമാൻ ഉറപ്പിക്കുന്ന ഏക ദൈവ വിശ്വാസത്തിലുള്ള അചഞ്ചലമായ ഒരു ഉറച്ച വിശ്വാസത്തിന്റെ സൂചന കൂടിയാണത്. അതുകൊണ്ട് അത് ഇളക്കുകയോ അത് മറ്റു രീതിയിൽ തെറ്റിക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നാം നോക്കുമ്പോൾ അവിടെ ആകർഷണീയമായ വല്ല ചിത്രങ്ങളോ അതുപോലെയുള്ള എന്തെങ്കിലും കൗതുക വസ്തുക്കളോ വല്ല കാർപ്പറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്മേലേക്ക് ശ്രദ്ധ വരാതിരിക്കാൻ അത് മറക്കുന്ന വിധം വല്ല ടവല് വിരിക്കുകയോ അല്ലെങ്കിൽ അത് മറിച്ചിടുകയോ ഒക്കെ ചെയ്യാറുണ്ട് പലരും. എന്തു വന്നാലും ശരി, നമ്മുടെ ശ്രദ്ധ ഒരിക്കലും നിസ്കാരത്തിൽ നിന്ന് തെറ്റി അതിന്റെ ആ കൗതുകത്തിലേക്ക് പോകാത്ത വിധം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ആവശ്യമായതെന്തോ അത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ നമസ്കാരത്തിൽ നമ്മുടെ മനസ്സ് വ്യതിചലിച്ചതുകൊണ്ട് നമ്മുടെ ഖുശൂ നഷ്ടപ്പെടും. ആ ഖുശൂ നഷ്ടപ്പെട്ടാൽ പിന്നെ നമസ്കാരം കൊണ്ട് അള്ളാഹുവിന് എന്ത് പ്രയോജനം? അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ടുള്ള ആ ഏകാഗ്ര ധ്യാനമാണല്ലോ നമസ്കാരം. അതിന് കോട്ടം തട്ടുന്ന ഒന്നും നമസ്കാരത്തിൽ സംഭവിച്ചു പോകരുത്. അള്ളാഹു നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നമുക്ക് നൽകുമാറാവട്ടെ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇപ്പോൾ നാം നമസ്കാരത്തെക്കുറിച്ച് പഠിച്ചു, നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു, നമസ്കാരത്തിന് ശ്രദ്ധ തെറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നമസ്കാരത്തിൽ വല്ല അബദ്ധങ്ങളും വന്നുപോയി, നമ്മളറിയാതെ ഇത്രയൊക്കെ പഠിച്ച് ശ്രദ്ധിച്ച് നാം ചെയ്താലും മറവി മനുഷ്യന്റെ കൂടപ്പിറപ്പാണല്ലോ. മറന്നുകൊണ്ടോ അതുപോലെ എന്തെങ്കിലും അബദ്ധത്തിലോ വല്ലതും സംഭവിച്ചു പോയാൽ അതിനൊക്കെ പരിഹാരമുണ്ട്. വളരെ വ്യക്തമായി നോക്കൂ. സഹുവിന്റെ സുജൂദ് എന്ന് പറയുന്ന അഥവാ മറവിയുടെ സുജൂദ് എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നമസ്കാരത്തിലുണ്ട്. നിസ്കാരത്തിൽ ചെയ്യേണ്ട ഒരു കർമ്മം ചെയ്യാൻ മറന്നു പോവുകയോ, ഉദാഹരണമായി നമ്മൾ നിസ്കാരത്തിൽ ചെയ്യേണ്ട ഒരു കർമ്മം മറന്നു, അതല്ലെങ്കിലോ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം മറന്നു ചെയ്യുകയോ ചെയ്താൽ, കരുതിക്കുട്ടി ചെയ്താൽ പാടില്ല, നിസ്കാരം ബാത്തിലാവും. മറന്നു ചെയ്യുകയോ ചെയ്താൽ മറവിയുടെ സുജൂദ് അഥവാ സഹുവിന്റെ സുജൂദ് ചെയ്യണം. ഇതിന്റെ കാരണങ്ങൾ അഥവാ ഈ സഹുവിന്റെ സുജൂദ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, അബ്ആദ് സുന്നത്തുകളിൽ ഒന്ന് ഉപേക്ഷിക്കല്. അബ്ആദ് സുന്നത്തുകളിൽ ഒന്ന് ഉപേക്ഷിക്കല്. ഫർദ് ഉപേക്ഷിച്ചാൽ ഒരിക്കലും സഹുവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കില്ല. അപ്പൊ ഫാത്തിഹ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ സുജൂദ് ഉപേക്ഷിച്ചു, അതിന് പരിഹാരമില്ല, നിസ്കാരം ബാത്തിലാവും. അതേസമയത്ത് അബ്ആദ് സുന്നത്തുകൾ ഉപേക്ഷിച്ചു. എന്താണ് അബ്ആദ് സുന്നത്ത്? അബ്ആദ് സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അത്തഹിയാത്ത്, അത് അബ്ആദ് സുന്നത്തിൽപ്പെട്ടത്. ആദ്യത്തെ അത്തഹിയാത്ത്. അതുപോലെ തന്നെ ആദ്യത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അതും അബ്ആദ് സുന്നത്താ. ആദ്യത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ, ഒന്നാമത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ, രണ്ടാമത്തേതല്ല, അത് ഒഴിവാക്കിയാൽ പരിഹാരമില്ല, നിസ്കാരം ബാത്തിലാവും. എന്നതുപോലെ തന്നെ അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഒന്നാമത്തേതിൽ ഇരിക്കൽ. കുനൂത്ത് ഓതൽ, കുനൂത്ത് ഒഴിവാക്കിയാൽ അതിന് പകരം സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി. കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലല്, കുനൂത്തിനും സ്വലാത്തിനും വേണ്ടി നിൽക്കല്. ഒടുവിലത്തെ അത്തഹിയാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുടുംബങ്ങളുടെയും മേൽ സ്വലാത്ത് ചൊല്ലൽ. ഒന്നുകൂടി വ്യക്തമാക്കാം, ഒടുവിലത്തെ അത്തഹിയാത്തിന് ശേഷം, ഒടുവിലത്തെ അത്തഹിയാത്തല്ല, അത് ഒഴിവാക്കിയാൽ സഹുവിന്റെ സുജൂദ് ചെയ്തിട്ട് ഫലമില്ല, അത് അബ്ആദ് സുന്നത്തല്ല, അത് നിസ്കാരത്തിന്റെ ഫർളാണ്. ഫർള് ഒഴിവായാൽ അതിന് പരിഹാരമില്ല, നിസ്കാരം ബാത്തിലാവും. ഇപ്പൊ ഞാൻ വിശദീകരിച്ച 7 കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, 7 എണ്ണം. ആദ്യത്തെ അത്തഹിയാത്ത്, ആദ്യത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, ആദ്യത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ, കുനൂത്ത് ഓതൽ, കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, കുനൂത്തിനും സ്വലാത്തിനും വേണ്ടി നിൽക്കൽ,
ഒടുവിലത്തെ അത്തഹിയാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുടുംബങ്ങളുടെയും മേൽ സ്വലാത്ത് ചൊല്ലൽ. ഈ 7 കാര്യങ്ങൾ ഒഴിവായി പോയാൽ അതിന് പകരം സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി. ഈ 7 കാര്യങ്ങൾ നിസ്കാരത്തിന്റെ അബഅദ് സുന്നത്തുകളാണ്. ഇവ വിട്ടുപോയാൽ സഹുവിന്റെ സുജൂദ് ചെയ്യാം. ഇവ ഒഴികെയുള്ള സുന്നത്തുകൾ ഹൈആത്ത് സുന്നത്തുകൾ എന്നാണ് പറയുന്നത്. അവ മറന്നാൽ സുജൂദ് വേണ്ടതില്ല. അബഅദ് സുന്നത്ത് ഉപേക്ഷിച്ചാൽ സഹുവിന്റെ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ചില കാര്യങ്ങൾ കൂടി നാം പഠിച്ചാൽ അതിനുകൂടി മറവിയുടെ സുജൂദ് ആവാം എന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്തിനൊക്കെയാണ് ഇനി മറവിയുടെ സുജൂദ്? ഉദാഹരണം, ഒരു കർമ്മം കൂടുതലാകുമോ എന്ന സംശയത്തോടെ നിർവഹിക്കുക. ഒരു റക്അത്തിന്റെ കാര്യത്തിൽ സംശയിച്ചു, ഞാൻ 3ഓ 4ഓ സംശയിച്ചു, ഏതായാലും ഒന്നും കൂടി അങ്ങ് നിർവഹിക്കുക, പൂർത്തിയാവും. അപ്പൊ അത് അധികമാകുമോ ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. 4 ആയോ എന്ന് സംശയിച്ച ആള് 4 ആയിട്ടില്ല എന്ന് കരുതി ഒന്നുകൂടി ചെയ്യുമ്പോൾ ചിലപ്പോൾ 5 ആയിട്ടുണ്ടാവും. സംശയമാണ്. അങ്ങനെ വരുമ്പോ അതിന് പകരമായി ആ 5ാമത്തേത് ചെയ്തതിനു ശേഷം അവസാനം 2 സുജൂദ് ചെയ്യുക. മനഃപൂർവ്വം ചെയ്താൽ മാത്രം നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യം മറന്നു ചെയ്യുക. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അത് മറന്നങ്ങ് ചെയ്തു. എന്താ ഉദാഹരണം? ഒരു റക്അത്ത് വർദ്ധിപ്പിച്ചു. മറന്നാണ് വർദ്ധിപ്പിച്ചത്. മനഃപൂർവ്വമാണ് ളുഹർ 5 റക്അത്ത് നിസ്കരിച്ചെങ്കിൽ നിസ്കാരം ബാത്തിലാവും. പക്ഷെ മറന്നു ചെയ്തു പോയി. എന്നാൽ അതിന് സുജൂദ് ചെയ്താൽ മതി. അല്ലെങ്കിലോ എഴുത്തിനാല് കുറെ അങ്ങ് ദീർഘിപ്പിച്ചു. എഴുത്തിനാല് ദീർഘിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവും. പക്ഷെ മറന്നു ദീർഘിപ്പിച്ചു. എഴുത്തിനാല് നിന്നങ്ങ് മറന്നുപോയതുകൊണ്ട് അതിന് പകരം അവൻ സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി. ഇമാമിന്റെ കൂടെ ഇവൻ തുറന്നു. ഇമാം എന്തോ നേരത്തെ മറന്നുപോയിട്ടുണ്ട്, നമ്മളൊന്നും മാത്രമല്ല. പക്ഷെ ഇമാമ സുജൂദ് ചെയ്തു. എന്നാൽ നമ്മൾ കൂടെ സുജൂദ് ചെയ്യണം. നമ്മൾ സുജൂദ് ചെയ്താൽ മാത്രം പോരാ, നമ്മളെ നിസ്കാരത്തിന്റെ അവസാനം 2 സുജൂദ് നമ്മൾ മടക്കുകയും വേണം. അത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ഇമാമിനെ പിന്തുടർന്നു, അയാൾ എന്തോ മറന്നു, അയാളെ നിസ്കാരത്തിന്റെ അവസാനം 2 സഹുവിന്റെ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പിന്നെ നമ്മൾ തുടരണം. നമ്മളും ചെയ്തു. എന്നിട്ട് നമ്മൾ പിന്നെയും നൃത്തത്തിലേക്ക് നിന്ന് ബാക്കി നിസ്കാരം പൂർത്തിയാക്കുന്നു. എന്നാൽ നമ്മുടെ നിസ്കാരത്തിന്റെ അവസാനത്തിലും നമ്മൾ സഹുവിന്റെ സുജൂദ് ചെയ്യണം. ഒരു നിസ്കാരത്തിൽ എത്ര കാരണങ്ങൾ ഉണ്ടായാലും ശരി, ഈ പറയപ്പെട്ടതിൽ നിന്ന് ഒരുപാട് കാരണങ്ങൾ ഒന്നിച്ചുണ്ടായി, ഒരാൾ അബഅദ് സുന്നത്തിൽപ്പെട്ട് 2-3 എണ്ണം മറന്നു, എന്നാൽ പോലും സഹുവിന്റെ സുജൂദ് ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. 2 സുജൂദ് മാത്രം. സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പായി 2 സുജൂദ് ചെയ്യലാണ് സഹുവിന്റെ സുജൂദിന്റെ രൂപം. സലാം വീട്ടുന്നതിന് അത്തഹിയാത്തൊക്കെ ഓതിക്കഴിഞ്ഞ് സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പായി 2 സുജൂദ് ചെയ്യുക. ഈ സുജൂദിന്റെ ആരംഭത്തിൽ ഞാൻ സഹുവിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതണം. വെറുതെ അങ്ങ് സുജൂദ് ചെയ്താൽ പോരാ. ഈ സുജൂദ് ആരംഭിക്കുമ്പോൾ ഞാൻ സഹുവിന്റെ സുജൂദാണ്, മറവിയുടെ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതണം. ആ കരുതൽ നിർബന്ധമാണ്. ഈ നിയ്യത്ത് ഇല്ലാതിരുന്നാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. നാവ് കൊണ്ട് പറയരുത്, കാരണം അവൻ നമസ്കാരത്തിലാണ്. അപ്പൊ സഹുവിന്റെ സുജൂദ് അവൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് ചെയ്യാം. മറവിയുടെ സുജൂദിൽ അവൻ ചൊല്ലേണ്ടത് സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു. ഇതറിയാത്തവൻ സാധാരണ ദിക്ർ ചൊല്ലിയാലും മതി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദി. അതേസമയത്ത് അവൻ അതിന് പുറമെ ചൊല്ലേണ്ടത് സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു. മറവിയോ ഉറക്കമോ ഇല്ലാത്ത അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇത് പറയൽ സുന്നത്താണ്. ഇമാമോട് ഒന്നിച്ച് നിസ്കരിക്കുന്ന ഒരാള്, അയാൾ ഇമാമിന്റെ മറവിക്കായി ഇമാം സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യുകയും തന്റെ നിസ്കാരത്തിന്റെ അവസാനം വീണ്ടും മറവിയുടെ സുജൂദ് ആവർത്തിക്കുകയും വേണം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. സജദയുടെ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ 14 സ്ഥലത്തുണ്ട്. അഥവാ ആ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതാണ് സജദയുടെ ആയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. നിസ്കാരത്തിലാണ് ഓത്തിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ, ഇപ്പൊ നിസ്കാരത്തിലാണ് ഓത്തിന്റെ സുജൂദ്, നിസ്കാരത്തിൽ ഇമാം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്ത്, അല്ലെങ്കിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നു ഒരു വലിയ സൂറത്ത്. ഇപ്പൊ ഇഖ്റ ബിസ്മി ഓതിയാൽ ചെറിയ സൂറത്ത്, അതിന്റെ അവസാനം വസ്ജുദ് വഖ്തരി പറയുമ്പോൾ സുജൂദുണ്ട്, മുസാഫിർ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ നിസ്കാരത്തിലാണ് ഓത്തിന്റെ സുജൂദ് ചെയ്യുന്നതെങ്കിൽ സജദയുടെ ആയത്ത് ഓതിയ ഉടനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ സുജൂദിലേക്ക് പോവുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകേണ്ടത്. ശേഷം തക്ബീറോടെ നൃത്തത്തിലേക്ക് ഉയരുകയുമാണ് വേണ്ടത്. തക്ബീറോടെ നൃത്തത്തിലേക്ക് ഉയരുക. ഈ തക്ബീറുകൾ സുന്നത്താണ്. അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു നൃത്തത്തിലേക്ക് വരുമ്പോഴുമുള്ള തക്ബീറുകൾ സുന്നത്താണ്. ഓത്തിന്റെ സുജൂദിൽ എന്താ ചൊല്ലേണ്ടത്? ഓത്തിന്റെ സുജൂദിൽ കിടക്കുമ്പോൾ സജദ വജ്ഹിഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സജദ വജ്ഹി, എന്റെ മുഖമിതാ സുജൂദ് ചെയ്തിരിക്കുന്നു, ഷട്ടാംഗം നമിച്ചിരിക്കുന്നു. ലില്ലദീ, ഒരല്ലാഹുവിന്റെ ഖലഖഹു, ആ മുഖത്തെ അവനാണ് സൃഷ്ടിച്ചത്, വസവ്വറഹു, അവനാണ് അതിനെ രൂപപ്പെടുത്തിയത്,
വശക്ക സംഅഹു വബസറഹു, അതിന്റെ കാഴ്ചയും കേൾവിയും കീറിയവൻ അവനാണ്, അഥവാ കാഴ്ച തന്നവനും കേൾവി തന്നവനും അവനാണ്. ബിഹൗലിഹി വഖുവ്വതിഹി, അവന്റെ കഴിവുകൊണ്ടും ശക്തി കൊണ്ടും. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ വെച്ച് ഏറ്റവും നല്ല അനുഗ്രഹീത സൃഷ്ടാവാണ് പടച്ചതമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സ്തോത്രമർപ്പിക്കുന്ന ആ ദിക്റാണ് നമ്മൾ ഓത്തിന്റെ സുജൂദിൽ നിർവഹിക്കേണ്ടത്. ആ ഓത്തിന്റെ സുജൂദിൽ ഇത് ചൊല്ലി നേരെ നൃത്തത്തിലേക്ക് വന്ന് ബാക്കി ഓതാനുണ്ടെങ്കിൽ ഓതി പൂർത്തീകരിക്കുക, ഇല്ലെങ്കിൽ റുക്കുവിലേക്ക് പോവുക. സാധാരണ മുസ്ഹഫ് ഓതുമ്പോഴാണെങ്കിൽ ഈ സുജൂദ് ചെയ്യുക, ഇരിക്കുക, സലാം വീട്ടുക, കഴിഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് സജദയുടെ സുജൂദ്. ഇതിന്റെ മുമ്പ് പറഞ്ഞത് സഹുവിന്റെ സുജൂദ്, മറവിയുടെ സുജൂദ്, ഇത് സഹുവിന്റെ സജദയുടെ സുജൂദ്. രണ്ടും വേറിട്ട് മനസ്സിലാക്കി കൃത്യമായി നമസ്കാരത്തിന്റെ ഈ അനുബന്ധ കാര്യങ്ങൾ കൂടി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ.